പൂവച്ചൽ ഖാദറിന്റെ സ്മരണകൾക്ക് ആദരമർപ്പിച്ച് ഖാദരീയം മായാത്ത മധുരഗീതങ്ങൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഖാദരീയം മായാത്ത മധുരഗീതങ്ങൾ എന്ന പേരിലുള്ള പൂവച്ചൽ ഖാദർ അനുസ്മരണ പരിപാടി പൂവച്ചൽ UP സ്കൂളിൽ നടന്നു. മലയാള ചലച്ചിത്ര ഗാനരംഗത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ ഗാനരചയിതാവ് പൂവച്ചൽ ഖാദറിന്റെ സ്മരണകളെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു പരിപാടി. അനുസ്മരണ യോഗത്തിൽ G. സ്റ്റീഫൻ MLA അധ്യക്ഷത വഹിച്ചു. പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമല ടീച്ചർ സ്വാഗതം ആശംസിച്ചു. സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സന്ധ്യയിൽ പൂവച്ചൽ ഖാദറിന്റെ ഗാനസമ്പത്തും മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളും അനുസ്മരിച്ചു. ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, കലാസ്വാദകർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്ത പരിപാടി ശ്രദ്ധേയമായി. നമ്മള് പൂവച്ചൽ ഖാദർ സാറിനെ കാണുന്നു. 1000-ലധികം പാട്ടുകൾ എഴുതുക നമ്മൾ. അദ്ദേഹത്തിന്റെ ബന്ധുവാണ് പ്രേംനസീർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനും അതുപോലെ ചില ഉദ്ഘാടകർ മലയാള സിനിമയിലുണ്ട്. അദ്ദേഹം 60 വയസ്സ് വരെയാണ് ജീവിച്ചിരുന്നതെങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച നടന്മാരിൽ ഒരാളാണ് ഈ പ്രേംനസീർ. അതുപോലെ 1000-ലധികം പാട്ടുകൾ എഴുതി. ഇപ്പോഴും നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം മൂളി പാടി നടക്കുന്ന മലയാളത്തിന്റെ എക്കാലത്തെയും ഹിറ്റ് പാട്ടുകൾ എല്ലാം എഴുതിയത് പൂവച്ചൽ ഖാദർ സാറാണ്.